ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം മയോണൈസാണ് റെഡിയാക്കാനുള്ളത്. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട, 2 അല്ലി വെളുത്തുള്ളി ചെറിയതാണ്, ഒരു 1/4 സ്പൂണ് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ഗ്ലാസ്സിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 20 സെക്കൻഡ് അടിച്ചെടുക്കാം. റെഡി ആയിട്ടില്ല. ബാക്കിയും കൂടെ ഓയിൽ നമുക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ബാക്കി ഓയിലും കൂടെ ചേർത്ത് അടിച്ച് നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്താണ്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള കുരുവെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതിനാവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ മയോണൈസും കൂടെ നമുക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനുശേഷം ബ്രെഡിൻ്റെ സൈഡിലുള്ള ചെറിയ ബ്രെഡാണ് എനിക്കിന്ന് കിട്ടിയത്. അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മയോണൈസ് തേച്ച് കൊടുക്കാം. ഞാനിടുന്ന വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മയോണൈസ് ആയത് കാരണം നമുക്ക് ധൈര്യത്തിൽ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം. ഇതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസും മയോണൈസും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൽ ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ അത് മാറ്റുകയും ചെയ്യാം. എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. കഴിക്കുന്ന എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളിയോ സവോളയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പച്ചമുളകോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട്. ഇതുപോലെ നമുക്ക് ഈ ഒരു മുട്ടയും കൊണ്ട് നമുക്കൊരു 4 സാൻഡ്വിച്ച്, 8 ബ്രെഡ് കൊണ്ട് 4 സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമ്മളെല്ലാം സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാൻ എല്ലാ സാൻഡ്വിച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം പൊന്നൊന്ന് കോണാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.